വീക്കെൻഡായിട്ട് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന മറിയാമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധോദയം, നമുക്ക് ചോക്കോ മെൽറ്റിൽ പോയിട്ട് ചോക്ലേറ്റ് കേക്ക് കഴിച്ചാലോ എന്ന്. പോക്കറ്റിന് അത്ര നല്ല കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് വിസമ്മതിച്ചെങ്കിലും രാവിലെ തുടങ്ങി വൈകുന്നേരം ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. മറിയാമ്മയെ പോലെ തന്നെ മറിയാമ്മയുടെ കാറും നല്ല വൈബിലൊക്കെ പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ കാറിൻ്റെ ടയറിൽ എയർ കുറവാണ്. അപ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ളൊരു പമ്പിലേക്ക് കയറ്റി 4 ടയറും ചെക്ക് ചെയ്തപ്പോൾ എല്ലാത്തിലും കറക്റ്റ് എയർ. അതാണ് ഞാൻ പറഞ്ഞത്, മറിയാമ്മയെ പോലെ തന്നെ മറിയാമ്മയുടെ കാറ് നമ്മളൊന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ടുതരും മനസ്സമാധാനം കളയാനായിട്ട്. നേരെ നമ്മൾ യാസ്മാളിലെത്തി. അവിടെയാണ് ഈ ചോക്കോ മെൽറ്റിൻ്റെ ഷോപ്പ് ഉള്ളത്. മറിയാമ്മയോട് നമുക്ക് അവിടെ ആരോടെങ്കിലും ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ മറിയാമ്മ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ്, ഫോളോ മീ എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, കുറച്ച് വീഡിയോസും കൂടി എടുത്തു വെച്ചോളൂ, ആവശ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ മൈൻഡൊന്നും കൊടുക്കാൻ പോയില്ല, എന്നാലും കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ മറിയാമ്മയ്ക്ക് ഒരു ഡൗട്ട്, നമ്മൾ വഴി തെറ്റിയാണ് പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ദങ്കട് നടന്നോളൂ എന്ന് കാണിക്കുന്നുണ്ട്. ഞാനും നാച്ചൂട്ടനും മറിയാമ്മയുടെ പിന്നാലെ വെച്ച് പിടിപ്പിച്ചു. ഗോൾഡിൻ്റെ ഷോപ്പിലേക്ക് ചെറിയൊരു സൈഡ് കൽവ് അരിതബു എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിച്ചു. അപ്പോഴാണ് ഒരു 70% സെയിൽ ഞാനവിടെ കണ്ടത്. അങ്ങനെ ഒരു ടീഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി. ടീഷർട്ടിൻ്റെ റേറ്റ് നോക്കി ഞാൻ ഞെട്ടി മാമ, കാരണം 1450 ദിറംസ്. നിനക്കൊക്കെ പ്രാന്താണോടെ പന്നിയെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് നാഷണൽ ജിയോഗ്രഫിക്കൊക്കെ കാണുന്ന നാച്ചൂട്ടൻ ദിനോസറിൻ്റെ പോസിൽ കണ്ടിട്ട് ഞെട്ടി. ഡാഡ എന്തിനാണ് ഈ ഇതിലുള്ള ആൾക്കാർ ഇവിടെ പോയി കുഴിച്ചൊക്കെ നോക്കുന്നത്, ഇവിടെ ഒന്ന് വാങ്ങിച്ചാൽ പോരെ, മണ്ടന്മാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തലയാട്ടി ശരി മോനെ എന്ന് പറഞ്ഞു. അമ്മയുടെ ബുദ്ധി അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മറിയാമ്മയുടെ പിന്നാലെ നടന്ന് ഞങ്ങളൊരു വഴിക്കായി. അപ്പോഴാണ് നാച്ചൂട്ടൻ ഇവിടെ കുറേ ബെഡും സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇനി ഞാനൊരു അടിയില്ല, 2 പീസ് കേക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ നടത്താത്ത സ്ഥലങ്ങളൊന്നുമില്ല, ഞാനിവിടെ റെസ്റ്റ് എടുത്തോളാം, നിങ്ങൾ പോയി കഴിച്ചിട്ട് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ആളൊറ്റക്കാലിൽ നിൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മൾ കൂടെ കൂട്ടി. അങ്ങനെ അവസാനം നമ്മൾ ആ ഷോപ്പ് കണ്ടെത്തി. ഇത്ര നേരം ഇതിൻ്റെ മുന്നിൽ കൂടെ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. മറിയാമ്മ വലിയ കാര്യമായിട്ട് ചന്ദ്രനിലൊക്കെ കാലുകുത്തിയൊരു വിക്ടറിയൊക്കെ കാണിച്ച് ഷോപ്പ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാല് കുത്താൻ പറ്റാത്ത പോലെ തിരക്ക്, ഫുള്ള് ലോക്കൽസ് ആണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമുക്ക് 2 ചെയർ കിട്ടി കയറിയിരുന്നു. വെയിറ്ററൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുക, ഫുൾ മെനു അതിലേക്ക് വരും, നമുക്ക് അതിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാം. അവർക്ക് അവിടെ ഓർഡർ റിസീവ് ആവും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുതരും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഫോർ ദ സേഫ്റ്റി സൈഡ് എപ്പോഴും നമ്മൾ മറിയാമ്മേനാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഏൽപ്പിക്കാറ്. കാരണം ഫുഡ് ചീത്തയായാലും അവളെ തന്നെ ചീത്ത അറിയില്ലല്ലോ. നമ്മളെങ്ങനെ ഓർഡർ ചെയ്തിട്ട് മോശമായി കഴിഞ്ഞാൽ പിന്നെ ഇത് കേട്ടുകൊണ്ടേ ഇരിക്കണം. ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കൈമ കിടക്കുന്ന സംഭവം പുതിയതാണ് കേട്ടോ. അപ്പോൾ ആരും അറിയാത്ത രീതിയിൽ ഇതൊരു ക്യാൻഡീഡ് പോലെ കാണിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ 1-2 പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സംഭവം എത്തി. ഫസ്റ്റത്തെ ചോക്ലേറ്റ് കേക്കും രണ്ടാമത്തെ ചോക്ലേറ്റ് വിത്ത് ന്യൂട്ടല്ലയാണ്. ഇതേപോലെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഗംഭീര സംഭവം, കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് കൊതിയാവും. മറിയാമ്മൻ നാച്ചൂട്ടനും കേക്ക് ഒരു സൈഡിൽ നിന്ന് സൈസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ര വലിയ ചോക്ലേറ്റ് ലവർ അല്ല, നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കേക്കിൻ്റെ റേറ്റ് വരുന്നത് 60 ദിറംസ് ആണ്. അങ്ങനെ 2 കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഒരു സാധാ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ്. അത്ര വലിയ ഹൈപ്പിനുള്ള സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കഴിച്ചു നോക്കുക. കാരണം പലർക്കും പല രീതിയിലാണല്ലോ. എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാതിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് നേരെ ഇറങ്ങി. അപ്പോൾ ചോക്കോ മെൽറ്റിന് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച ഒരു അഭിപ്രായം പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്, താങ്ക്സ്.